സർക്കാരിന്റെ പദ്ധതികളും പാർട്ടി ആനുകൂല്യങ്ങളും പാർട്ടി അനുഭാവികളും അല്ലാത്തതിന്റെ പേരിൽ ലൈഫ് പദ്ധതി പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. ലൈഫ് പദ്ധതിയുടെ 2.5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നാണ് സംസ്ഥാന ആ 2.5 ലക്ഷം വീടുകളില് പ്രധാനമന്ത്രി തയ്യാറാവണം. അതിൽ 1.25 ലക്ഷത്തോളം വീടുകള് കേരളത്തില് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതി വധിക്കാണ്. ആ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കേവലം 50,000 രൂപ മാത്രമായിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി നടപ്പാക്കിയ ഭവന നിർമ്മാണ പദ്ധതി പോലും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്ന പിണറായി വിജയന്റെ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. വളരെ രൂക്ഷമായിട്ടുള്ള ജലക്ഷാമമാണ് പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. കനത്ത വേനൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളമാണ്. പാലക്കാട് ജില്ലയിലെ എത്രയോ ഗ്രാമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ ഭരിച്ചിട്ടും ജനങ്ങളുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. 2ാം മോദി സർക്കാർ ഈ രാജ്യത്ത് 2024 ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കുകയാണ്. 3,25,000 കോടി രൂപയോളം ആ പദ്ധതിക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്ന സമയത്താണ് പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു കുടം വെള്ളത്തിനായിട്ട് കിലോമീറ്ററുകളോളം ആളുകൾ യാത്ര ചെയ്യേണ്ട സ്ഥിതിവിശേഷം. തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കണ്ട സമയത്ത് അവർ പറയുന്നത് കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് ഒരു കുടം വെള്ളം കിട്ടാൻ ഞങ്ങൾ 2 കിലോമീറ്ററും 3 കിലോമീറ്ററും കാലത്ത് യാത്ര ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രദേശത്തെ ചെറുപ്പക്കാര് ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകാൻ കഴിയുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇത് നിങ്ങളൊരു പരാതിയായിട്ട് അവതരിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് അവർ പറയുന്നത്, എവിടെയെങ്കിലും പരാതി പറഞ്ഞാൽ CPMന്റെ പ്രാദേശിക നേതൃത്വവും പഞ്ചായത്ത് ഭരണസമിതിയുമെല്ലാം ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പാലക്കാട് ജില്ലയിലെ പല പഞ്ചായത്തുകളും ഗ്രാമങ്ങളും ഇന്നും പാർട്ടി ഗ്രാമമായിട്ട് CPM അടക്കി വെച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പാലക്കാടിലെ ജനങ്ങളെ സംബന്ധിച്ചോളം വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. NDAയുടെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികൾ ഓരോ നിയോജക മണ്ഡലത്തിലും വിജയിക്കുകയും നിയമസഭയിൽ NDA ഒരു നിർണായകമായിട്ടുള്ള ശക്തിയായി മാറുകയും ചെയ്യുന്നതോടുകൂടിയിട്ട് LDF കാലാകാലങ്ങളായിട്ട് നിഷേധിക്കപ്പെട്ട സർക്കാർ ആനുകൂല്യങ്ങളും സർക്കാർ സഹായങ്ങളും കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്.
നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ പാലക്കാട് ജില്ലയിലെ ഓരോ വീടുകളിലെത്താനും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പാലക്കാടിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലെത്താനും ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നിങ്ങൾ ബഹുമാനിയായിട്ടുള്ള പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന ആവേശപൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സ്റ്റേജിന് വലതുവശത്ത് ധാരാളം ആളുകൾ നമ്മുടെ ഈ സമ്മേളന വേദിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേജിന് വലതുവശത്തുള്ള സ്ഥലത്തേക്ക് വളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്റ്റേജിന് വലതുവശത്തുള്ള സ്ഥലത്തേക്ക് ഷാമിയാന പന്തലിനുള്ളിലേക്ക് ആളുകളെ കടത്തിവിടണം. അവിടെ സ്ഥലമുണ്ട്. അവിടെ വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. ബാക്കിലുള്ള വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ, ഇനിയും ധാരാളം ആളുകൾ നമ്മുടെ ഈ സമ്മേളന വേദിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകൾക്കും ഈ കോട്ട മൈതാനത്തേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനം, ആ സംവിധാനം പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റി അവരതിനെ ശ്രദ്ധിക്കണം. എല്ലാ ആളുകളെയും ഇതിനകത്തേക്ക് കടത്തിവിടണം. ഇത് 2016 വെച്ചിട്ട് ഒരു വലിയ മഹാസമ്മേളനമായി നരേന്ദ്രമോദിജിയെ വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി പാലക്കാട് സ്വാഗതം ചെയ്യുന്ന ഒരു മഹാറാലിയായി ഈ സമ്മേളനം മാറാൻ പോവുകയാണ്. പാലക്കാട്ടെ ഇടത് വലത് മുന്നണികൾക്ക് കണ്ടുപഠിക്കാനുള്ള ഒരു പാഠമായി ഈ സമ്മേളനം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണം. എല്ലാ പ്രവർത്തകരും ഇതിനുള്ളിലേക്ക് കടന്ന് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഇരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ചാനൽ ചർച്ചകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാദമുഖങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്കുമേൽ നിരത്തിവെച്ച് വിജയം കൊയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ ശ്രീമാൻ സന്ദീപ് വാര്യർ. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വക്താവാണ്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C. കൃഷ്ണകുമാർ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബഹുമാനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള മെട്രോമാൻ ശ്രീ E. ശ്രീധരൻ സാർ, ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ മുരളിയേട്ടൻ, പാർട്ടിയുടെ സംസ്ഥാനത്ത് ചുമതല വഹിക്കുന്ന സഹപ്രഭാരിയായിട്ടുള്ള സുനിൽകുമാർജി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ലക്ഷാവധി വരുന്ന എൻ്റെ പ്രിയപ്പെട്ട BJP പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ പ്രവർത്തകരെ, ഏവർക്കും നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നോട് പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലാണ്. പ്രഖ്യാപനം കഴിഞ്ഞ് പിറ്റേ ദിവസം കൊച്ചിൻ പാലം, ചെറുതുരുത്തിയിലെ കൊച്ചിൻ പാലം കടന്ന് ഷൊർണൂരിലേക്ക് വന്ന എന്നോട് ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത്, സന്ദീപ്, എന്തുകൊണ്ട് ഷൊർണൂർ എന്നാണ്. അദ്ദേഹം ചോദിച്ചു, ഷൊർണൂർ ഒരു CPM-ന്റെ കോട്ടയാണല്ലോ സന്ദീപ്, ഇത് തകർക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, CPM-ന് ഇന്ത്യയിൽ 3 കോട്ടകൾ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. അതിലൊന്ന് ത്രിപുരയാണെങ്കിൽ മറ്റൊന്ന് ബംഗാളാണ്.
ആ ത്രിപുരയും ബംഗാളും നല്ല ഒന്നാന്തരം ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് എന്നെ ഷൊർണൂരിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ആ അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് എന്നെ ഷൊർണൂരിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട. ഏപ്രിൽ മാസം 6-ാം തീയതി ഷൊർണൂർ ഒരു CPM കോട്ടയാണെങ്കിൽ ആ കോട്ട ഞങ്ങൾ തകർത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ബഹുമാന്യരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ കുറച്ച് സർവേകൾ പുറത്തുവിടുന്നുണ്ട്. എന്നോട് പലരും ചോദിക്കുകയാണ്, മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ്, മനോരമയുടെ സർവേ കണ്ടില്ലേ, 24ന്റെ സർവേ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തവണ സർവേ കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ആ സർവേ കണ്ടിട്ടാണ് നമ്മുടെ തോറ്റ MP മറ്റേ ബുഹാങ്കുലിക്ക് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തത്. അവസാനത്തെ അവസ്ഥ എന്തായി? മനോരമയുടെ സർവേയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മറ്റേ തൈര്, കല്ലുപ്പ്, വെങ്കായം എന്നൊക്കെ പറഞ്ഞ് കടലിൽ ചാടുന്ന ആ ചെക്കൻ പ്രധാനമന്ത്രിയാവണ്ടേ അല്ലേ? എനിക്ക് മനോരമയോട് വിരോധമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ സർവേ പ്രകാരമാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കേണ്ട മനുഷ്യൻ ഇപ്പൊ കടലിൽ ചാടി നടക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത്, ദേശീയ ജനാധിപത്യ സഖ്യം വിശ്വസിക്കുന്നത് ജനങ്ങളുടെ സർവേയിലാണ്, മനോരമയുടെ സർവേയിലല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 24ന്റെ സർവേയെ കുറിച്ച് പിന്നെ ഞാൻ അഭിപ്രായം പറയുന്നില്ല. അത് നമുക്ക് റിസൾട്ട് വന്നിട്ട് ഞാൻ ശ്രീകണ്ഠൻ നായർ സാറുമായി നേരിട്ട് സംസാരിക്കാം. ശ്രീജിത്ത് അവിടെ ഉണ്ടല്ലോ അല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സംശയവും വേണ്ട. കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അശ്വമേധം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. അതിൽ വിറളി പൂണ്ട ആളുകളാണ് ഇപ്പോ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. ഇവിടെ നേരത്തെ കാര്യങ്ങളൊക്കെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് തീർച്ചയായും ഈ ശ്രീധരൻ സാറിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഈ ശ്രീധരൻ സാർ പാലക്കാട് നിന്ന് ജയിക്കേണ്ടത് എന്റെ വ്യക്തിപരമായ ആവശ്യം കൂടിയാണ്. കാരണം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച റെയിൽ കണക്ടിവിറ്റിയുള്ള നഗരമായ ഷൊർണൂരിലാണ് ഞാൻ മത്സരിക്കുന്നത്. എന്റെ ഷൊർണൂരിന്റെ വികസനത്തിന് എനിക്ക് ഈ ശ്രീധരൻ സാറിന്റെ ആവശ്യമുണ്ട്. ഈ ശ്രീധരൻ സാർ പാലക്കാട് നിന്ന് വിജയിച്ചാൽ അത് തീർച്ചയായും എന്റെ ഷൊർണൂരിന് ഗുണം ചെയ്യും. ഷൊർണൂരിന് കാലങ്ങളായി നിഷേധിക്കപ്പെട്ടിട്ടുള്ള, ഷൊർണൂരിന്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള ഷൊർണൂർ, നിലമ്പൂർ, നഞ്ചങ്കോട് റെയിൽപാത പൂർത്തീകരിക്കാൻ എനിക്ക് ശ്രീധരൻ സാറിന്റെ സഹായം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഷൊർണൂരിന്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷൻ പൂർത്തീകരിക്കാൻ എനിക്ക് ഈ ശ്രീധരൻ സാറിന്റെ സഹായം ആവശ്യമുണ്ട്. ഷൊർണൂരിലെ തകർന്നു കിടക്കുന്ന MSME സെക്ടറിനെ പുനരുദ്ധരിക്കാൻ എനിക്ക് ഈ ശ്രീധരൻ സാറിന്റെ സഹായം ആവശ്യമുണ്ട്. ചെർപ്പളശ്ശേരിയിൽ ലോക നിലവാരത്തിൽ ഒരു ബൈപ്പാസ് പണിയാൻ എനിക്ക് ഈ ശ്രീധരൻ സാറിന്റെ സഹായം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ ഷൊർണൂർ മണ്ഡലത്തിൽ എന്റെ ഷൊർണൂർക്കാർക്ക് ഈ ശ്രീധരൻ സാറിനെ ആവശ്യമുണ്ട്. നിങ്ങൾ പാലക്കാട്ടുകാർ ശ്രീധരൻ സാറിനെ വിജയിപ്പിക്കില്ലേ? നിങ്ങൾക്ക് സെൽഫി പറമ്പിൽ വേണോ, ശ്രീധരൻ സാർ വേണോ? സെൽഫി പറമ്പിൽ വേണോ, ശ്രീധരൻ സാർ വേണോ? സെൽഫി എടുക്കുന്നതല്ല രാഷ്ട്രീയം. ശ്രീധരൻ സാർ സെൽഫി എടുത്ത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞയാളല്ല. ശ്രീധരൻ സാർ കർമ്മം കൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമാണ്, കൊത്തിവെച്ച മുഖമാണ്. കോടികളിറക്കി PR വർക്ക് ചെയ്താലും ശ്രീധരൻ സാറിന്റെ ആ വ്യക്തി പ്രഭാവത്തെ മറികടക്കാൻ മിസ്റ്റർ സെൽഫി പറമ്പിൽ നിങ്ങൾക്കാവില്ല. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് ഒരു സംശയവും വേണ്ട, കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇക്കഴിഞ്ഞ ദിവസം പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും പറയാൻ പരിമിതിയുണ്ട്. പക്ഷെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സ്പീക്കർ, അദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും പുറത്തു വരുന്നു. ഡോളർ കടത്തുമായും സ്വർണ്ണക്കടത്തുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് CPM-നുള്ളിൽ വലിയ പരിഭ്രാന്തിയുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നൊരു ബോധ്യം ഇപ്പോൾ പിണറായി വിജയനും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അപ്പുറം CPM-ന് പ്രചാരണം നടത്താൻ ഒരു നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയല്ലേ? കോടിയേരി ബാലകൃഷ്ണൻ എവിടെയാ ഉള്ളത്? പ്രചാരണത്തിനുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ തവണയൊക്കെ 2019 യുവതികളെ
ശബരിമലയിലേക്ക് കയറ്റാൻ വേണ്ടി വ്രതമെടുത്ത് നടന്നിരുന്ന നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ സ്വന്തം വീട്ടിൽ യുവതീ പ്രവേശനം തടയാൻ വേണ്ടി നടക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, CPM-ന് പിണറായി വിജയനപ്പുറം ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവില്ലാത്ത അവസ്ഥ. മറുവശത്ത് UDF തകർന്ന പാളയമായി മാറിക്കഴിഞ്ഞു. ഈ രണ്ടു കൂട്ടർക്കും കേരളത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ BJP ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം പുതിയ കേരളം മോദിക്കൊപ്പം എന്നുള്ളതാണ്. പുതിയ കേരളം മോദിക്കൊപ്പം. എന്തുകൊണ്ട് പുതിയ കേരളം മോദിക്കൊപ്പം നിൽക്കണം? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാത്രം പറയാം, ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് 130 കോടി വരുന്ന ഭാരതീയരെ അതിലൊരാൾ പോലും പട്ടിണി കിടന്ന് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മുഴുവൻ ജനങ്ങൾക്കും സൗജന്യ റേഷനും വേണ്ട ഭക്ഷ്യധാന്യങ്ങളും എത്തിച്ചു കൊടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമല്ലാതെ മറ്റാർക്കൊപ്പമാണ് പുതിയ കേരളം നിൽക്കേണ്ടത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കോവിഡ് മഹാമാരിയുടെ തുടക്കകാലത്ത് രാഹുൽ ഗാന്ധി എപ്രകാരമാണ് നമ്മുടെ രാജ്യത്തെ ആക്ഷേപിച്ചത്? രാഹുൽ ഗാന്ധി പറഞ്ഞു, മിസ്റ്റർ മോദി, നിങ്ങളുടെ ഇന്ത്യ ഒരു PPE കിറ്റ് പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. മിസ്റ്റർ മോദി, നിങ്ങളുടെ ഇന്ത്യ ഒരു PPE കിറ്റ് പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഇന്ത്യയിൽ വെന്റിലേറ്റർ ഇല്ലല്ലോ. എന്നിട്ടാണോ നിങ്ങൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്? ഓർമ്മയില്ലേ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തെ അപഹസിച്ചത്, നമ്മുടെ രാജ്യത്തെ ആക്ഷേപിച്ചത്? ഇതെല്ലാം പറഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധി സൗകര്യപൂർവ്വം വിസ്മരിച്ചു കളഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ മുത്തശ്ശിയും അദ്ദേഹത്തിന്റെ മുതുമുത്തശ്ശനുമാണ് 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തെ ഭരിച്ചത് എന്ന കാര്യം അദ്ദേഹം മറന്നു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാഹുൽ ഗാന്ധി ആ ചോദ്യം ഉന്നയിച്ച ഒരു വർഷത്തിനകം ഇന്ന് ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ കീഴിൽ കൈവരിച്ച വളർച്ച അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്ന് ഒരു PPE കിറ്റ് പോലും ഉൽപ്പാദിപ്പിക്കാതിരുന്ന ആ കാലത്ത് നിന്നും ഒരു വർഷത്തിനകം 72ലധികം രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യ മഹാരാജ്യത്തെ മാറ്റിയത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. പ്രിയപ്പെട്ടവരെ, ആ നരേന്ദ്രമോദിക്കൊപ്പമല്ലാതെ പുതിയ കേരളം ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്? പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വേദിയിൽ ഒട്ടേറെ വലിയ നേതാക്കൾ ഇവിടെ സംസാരിക്കാൻ ബാക്കിയിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ, പ്രിയ സുഹൃത്ത് പ്രശാന്തും ശംഖുവും അതുപോലെ നസീമയും സുരേഷും ഹരിദാസേട്ടനും അടക്കം അനുരാഗ് ജി അടക്കം നടേശൻജി കൃഷ്ണകുമാർജി എല്ലാവരും സ്ഥാനാർത്ഥികൾ മുഴുവൻ, അതുപോലെ തന്നെ എന്റെ ഒറ്റപ്പാലത്തിന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ P. വേണുഗോപാൽ അദ്ദേഹം അടക്കമുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ജില്ലയിലെ മുഴുവൻ NDA BJP സ്ഥാനാർത്ഥികൾക്കും നിങ്ങൾ വോട്ട് ചെയ്ത് അവരെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട ഷൊർണൂർ എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. നമ്മുടെ ഈ മഹാസമ്മേളന വേദിയിലേക്ക് നമ്മുടെ പ്രവർത്തകരുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിജി അല്പസമയത്തിനകം ഈ വേദിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. 2016 നരേന്ദ്രമോദിജി നമ്മെ അഭിസംബോധന ചെയ്ത ഇതേ വേദിയിൽ 2021 നരേന്ദ്രമോദിജി എത്തുമ്പോൾ 2020 ലോകം മുഴുവൻ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരിയിൽ ഭാരതത്തെയും ലോകത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി അശ്രാന്തമ പരിശ്രമം നടത്തിയ ദീക്ഷയെടുത്ത മഹാസന്യാസിയെ പോലെ നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദിജി അദ്ദേഹം അല്പസമയത്തിനകം നമ്മുടെ ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതിനുള്ളിൽ നമ്മുടെ മുഴുവൻ പ്രവർത്തകരും, പുറത്തു നിൽക്കുന്ന ഈ ഗ്രൗണ്ടിന് പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ സമ്മേളന സദസ്സിലേക്ക് ഒഴുകി എത്തണം. ഒരു പുതിയ നരേന്ദ്രമോദിക്കൊപ്പം പുതിയ കേരളം എന്ന പോലെ നരേന്ദ്രമോദിക്കൊപ്പം ഒരു പുതിയ പാലക്കാടിനെ നമുക്ക് ഇവിടെ ദർശിക്കാൻ, നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ സമ്മേളന വേദിയിലേക്ക് ഒഴുകി എത്തണം. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് നെന്മാറ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന BDJS NDA സ്ഥാനാർത്ഥി
BDJS-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയ സഹോദരൻ ശ്രീമാൻ AN അനുരാഗിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കൃഷ്ണകുമാർജി, ഏറെ ബഹുമാനമുള്ള മെട്രോമാൻ ശ്രീധർജി, ഇന്ന് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ മുരളിയേട്ടൻ, BJPയുടെ സഹപ്രഭാരി സുനിൽകുമാർജി, BJPയുടെ ജില്ലാ അധ്യക്ഷൻ കൃഷ്ണദാസ്ജി, ദേശീയ സമിതി അംഗം ശിവരാജേട്ടൻ, സന്ദീപ് ജി, വേണുവേട്ടൻ, ഹരിദാസേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പാലക്കാടിൻ്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ചുണക്കുട്ടികളെ, എൻ്റെ നമസ്കാരം. ഞാൻ നെന്മാറ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഏപ്രിൽ മാസം 3-ാം തീയതി വളരെ പ്രസിദ്ധമായ നെന്മാറ വല്ലേങ്ങി വേലയാണ്. ആ വേലയുടെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജനസഹർഷമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ മുൻപിൽ മോഹന വാഗ്ദാനവുമായി അവതരിക്കാറുണ്ട്. പാലക്കാടിന്റെ പ്രബുദ്ധരായ വോട്ടർമാർ ചിന്തിക്കണം, ഐക്യ കേരളം നിലവിൽ വന്ന 6 പതിറ്റാണ്ടായില്ലേ, 60 വർഷം കഴിഞ്ഞില്ലേ? 60 വർഷം കേരളം ഭരിച്ചിട്ടും ഈ കേരളത്തിന്റെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് എന്തേ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല? ഇന്നും പാലക്കാട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നു. ഓരോ ഗ്രാമങ്ങളിൽ ചെന്നാലും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അമ്മമാർ വൈകുന്നേരം വരെ പാടത്തും പറമ്പിലും പണിയെടുത്തുകൊണ്ട് പണി മാറി വീട്ടിലേക്ക് വന്നാൽ ഒരു കുടം വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററോളം നടന്ന് കോരി വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടുപണി ചെയ്യുന്ന ദയനീയമായ സാഹചര്യം ഇന്ന് പാലക്കാട് നിലനിൽക്കുന്നു. 66 വർഷം 65 വർഷത്തോളം ഈ കേരളം ഭരിച്ചിട്ടും ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ മേഖലയ്ക്ക് കുടിവെള്ളത്തിന് പോലും ഊന്നൽ നൽകാൻ കൊടുക്കാത്ത ഈ ഭരണം ഇനി നമുക്ക് വേണോ? കുടിവെള്ളത്തിന് പോലും ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഇടത് വലത് മുന്നണികളുടെ ഭരണം ഇനി എന്തിന് പാലക്കാട്? കഴിഞ്ഞില്ല. ഡാമുകൾ കൊണ്ട് അനുഗ്രഹീതമാണ് പാലക്കാട് ജില്ല. നമ്മുടെ ഏറെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിജി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് എന്റെ സൂചന നൽകിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഡാമുകൾ കൊണ്ട് അനുഗ്രഹീതമായി പാലക്കാട് ജില്ലയിൽ കാർഷിക മേഖല തകർന്നിരിക്കുന്നു, വരൾച്ച അനുഭവിക്കുന്നു. എന്റെ പരിഹാരം കാണാൻ ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് തയ്യാറാവുന്നില്ല. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട് നിൽക്കുന്ന കേരളത്തിന്റെ ഇടത് വലത് മുന്നണികളാണ് ഇതിന് കാരണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളെ പാലക്കാടിന്റെ മണ്ണിൽ നിന്നും കേരളത്തിന്റെ മണ്ണിൽ നിന്നും കെട്ടിച്ചുകൊണ്ട് അറബിക്കടലിൽ മുക്കുന്ന തെരഞ്ഞെടുപ്പാക്കി ഇതിനെ മാറ്റി നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഒരു വശത്ത് മാറി മാറി ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിന്റെ വികസനത്തിന്റെ മുരടിപ്പിന്റെ പ്രതീകമാണെങ്കിൽ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ മുൻപിൽ അഭിമുഖീകരിക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിജി ലോകത്തിന് മാതൃകയായി കണ്ട വികസനത്തിന്റെ മന്ത്രവുമായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2014 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന വികസനമുണ്ട് നരേന്ദ്രമോദിജിയുടെ. ഒരു മൊട്ടുസൂചിയുടെ അഴിമതി പോലുമില്ലാത്ത, ഒരു മൊട്ടുസൂചിയുടെ അഴിമതി ആരോപണം പോലുമില്ലാതെ
ജനങ്ങളുടെ സമസ്ത മേഖലകളിലും രാഷ്ട്രീയ ഭേദമന്യേ വികസനം കാഴ്ചവെക്കുന്ന നരേന്ദ്രമോദിജിയുടെ വികസനമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും പാർപ്പിടം, മുഴുവൻ കുടുംബങ്ങളിലും കുടിവെള്ളം, മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം. കേരളത്തിൽ മാത്രം റോഡ് വികസനത്തിന് 64,000 കോടി രൂപ മാറ്റിവെച്ചപ്പോൾ ഇന്ന് കേരളം ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ കേരളത്തിന്റെ മണ്ണിൽ എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? പൊട്ടിപ്പൊളിഞ്ഞ പാതകളും ഗതാഗത കുരുക്കും ഇന്ന് കേരളത്തിന്റെ മുഖമുദ്രയായിരിക്കുന്നു. ഇതിന് മാറ്റം വേണ്ടേ? ജനങ്ങളുടെ അടിസ്ഥാനപരമായ വികസനങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ശ്രീമാൻ നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്ന വികസനത്തിന്റെ മന്ത്രം കേരളത്തിലും എത്തിക്കണം. ഇടതു വലത് മുന്നണികളുടെ നാറിയ ഭരണം, സ്വജന പക്ഷപാതവും അഴിമതിയും ഈ കേരളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെ അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രതിഭാസം എന്ന് പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതി. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ മുഖമുദ്ര അക്രമമായിരുന്നുവെങ്കിൽ ഇന്ന് കമ്മ്യൂണിസം എന്നുള്ളത് അഴിമതിയുടെ പര്യായമായി മാറിയിരിക്കുന്നു. ഈ അഴിമതിയുടെ ഭരണം കേരളത്തിൽ നിന്നും അവസാനിപ്പിക്കുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിനല്ലാതെ പിന്നെ ആർക്കാണ് സുഹൃത്തുക്കളെ കഴിയുക? UDF എന്നുള്ളത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. UDFന്റെ കാര്യങ്ങൾ ഇന്ന് നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഇന്ന് മുസ്ലിം ലീഗായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണത്തിൽ പോലും മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് പോലും മുസ്ലിം ലീഗാണ് എന്നല്ല യാഥാർത്ഥ്യം. ക്യാബിനറ്റ് പോലും പ്രഖ്യാപിക്കുന്നത് പാണക്കാട് തങ്ങളാണ് എന്നുള്ള തരത്തിലേക്ക് കഴിഞ്ഞ UDFന്റെ കാലം മാറിയിരുന്നുവെങ്കിൽ ഇന്ന് ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കുന്നത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണ്. അങ്ങനെ UDFലെ സർവ്വ നിയന്ത്രണവും മുസ്ലിം ലീഗ് ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ന് നിഷ്പ്രഭമായിരിക്കുന്നു, നിശ്ചലനമായിരിക്കുന്നു. ഇതൊരു മാറ്റമുണ്ടാവണ്ടേ? എവിടെയാണ് ഇന്ന് കോൺഗ്രസ് ഉള്ളത്? എവിടെയാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തനമുള്ളത്? എല്ലാം ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. ഇതൊരു വശത്താണെങ്കിൽ മറുവശത്ത് ഇടതുപക്ഷം മുഴുവൻ പണക്കൊഴുപ്പുകളും പേയ്മെന്റ് സീറ്റുകളുമായി മാറ്റിയിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഏറ്റവും നല്ല കർമ്മനിരതനായിട്ടുള്ള മെട്രോമാനെ മുൻനിർത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ വികസനത്തിന്റെ മന്ത്രം നരേന്ദ്രമോദിജി ഉദ്ഘോഷിപ്പിക്കുമ്പോൾ ഒരു മാറ്റത്തിന് അനുയോജ്യമാണ് ഇന്ന് പാലക്കാടും. പാലക്കാടിന്റെ മണ്ണ് ഇന്ന് മാറ്റത്തിന് അനുകൂലമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജിയുടെ വികസനം പാലക്കാട് യാഥാർത്ഥ്യമാക്കുവാൻ, കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുഴുവൻ പ്രതിനിധികളെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. നമ്മുടെ ആരാധ്യനായ മോദിജി പാലക്കാട് നഗരം സ്പർശിച്ചിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ സമ്മേളന വേദിയിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ഈ സ്റ്റേജിൻ്റെ വലതുവശത്തുള്ള ആളുകൾ, നമ്മുടെ മുഴുവൻ ആളുകളും ഈ വലതുവശത്ത് ഇനിയും നമ്മുടെ പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മെയിൻ എൻട്രൻസിലൂടെ വന്നുകൊണ്ട് ഇവിടെ നിന്ന് വേദിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, അണിയണിയായി പ്രവർത്തകർ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമ്മേളന നഗരിയിലേക്ക്. അതുകൊണ്ട് ഈ സമ്മേളന നഗരിയിൽ പ്രവേശിച്ച മുഴുവൻ ആളുകളും മാക്സിമം, നമുക്കറിയാം കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ള ഈ തണലിലേക്ക് മാക്സിമം ആളുകൾ ഈ തണലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തണലിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളന വേദിയിൽ സമ്മേളന സദസ്സിൽ കുടിവെള്ളത്തിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്.
ആ സൗകര്യം നമ്മളെല്ലാവരും ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നരേന്ദ്രമോദിജി, നമുക്കറിയാം, നരേന്ദ്രമോദിജി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ കോട്ട മൈതാനത്ത് നിന്ന് നമ്മളെ അഭിസംബോധന ചെയ്ത് നമ്മുടെ 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം, ഇന്നേ വരെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നിയമസഭയിൽ അക്കൗണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ 2016 തെരഞ്ഞെടുപ്പിൽ നമുക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. 2016 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നരേന്ദ്രമോദിജിയുടെ ആദ്യത്തെ സന്ദർശനം പാലക്കാട് ഇതേ കോട്ട മൈതാനത്തായിരുന്നു. അതേപോലെ 2021 നരേന്ദ്രമോദിജിയുടെ കേരള പര്യടനത്തിന്റെ തുടക്കം നമ്മുടെ ഇതേ കോട്ട മൈതാനത്ത് നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം നമുക്ക് ഓർത്തെടുക്കാം. 2016 ഒരു സീറ്റാണെങ്കിൽ 2021 നിരവധി സീറ്റുകൾ നൽകി നമുക്ക് നരേന്ദ്രമോദിജിയുടെ സന്ദർശനത്തെ നമുക്ക് ഫലപ്രദമാക്കാം. പാലക്കാട്ടിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങളേവരും നരേന്ദ്രമോദിക്ക് നൽകുന്ന ആദരവായി ഈ ചരിത്രം അത് വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2016 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, പാലക്കാട് ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായി പാലക്കാട് ജില്ലയിൽ 2 നിയമസഭാ മണ്ഡലത്തിൽ നമുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചു. പാലക്കാടും മലമ്പുഴയിലും ഐതിഹാസികമായ മുന്നേറ്റം നമുക്ക് നേടാൻ സാധിച്ചു. ഇപ്രാവശ്യം നമ്മൾ 2ാം സ്ഥാനത്തിന് വേണ്ടിയല്ല മത്സരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിലും നമ്മൾ മത്സരിക്കുന്നത് 1ാം സ്ഥാനത്തിനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കേരള പര്യടനത്തിന്റെ തുടക്കം പാലക്കാട് നിന്ന് തന്നെയാകണമെന്ന് പ്രിയങ്കരനായ മോദിജി തുടക്കമിടാൻ തയ്യാറായത്. അതുകൊണ്ട് തീർച്ചയായും ഈ 2021 തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് നമ്മുടെ 12 നിയമസഭാ മണ്ഡലത്തിൽ നിന്നും NDAയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറ്റാൻ സാധിക്കണം. ഇന്ന് മാർച്ച് മാസം 30-ാം തീയതിയാണ്. ഇനി നമ്മുടെ മുമ്പിൽ ഏപ്രിൽ മാസം 6-ാം തീയതിയിലേക്ക് കേവലം 7 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 7 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ട 7 ദിവസങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, 2016 തെരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നിൽ ധാരാളം സമയമുണ്ടായിരുന്നു, നമുക്ക് മുന്നിൽ ധാരാളം ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് ചുരുങ്ങിയ ദിവസം എന്നുള്ളത് അത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മാനേജ്മെന്റ് പഠിച്ചവർക്കറിയാം. ചുരുങ്ങിയ സമയം കൊണ്ട് ഉജ്ജ്വലമായ വിജയം നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ആണ് തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തിന്റെ മാനേജ്മെന്റ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള 7 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 7 ദിവസം രാവും പകലും നമ്മൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട്, കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് നമ്മുടെ ഓരോ നിയോജക മണ്ഡലത്തിലെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവസരം തുറന്നിട്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ മാറ്റത്തിന് തയ്യാറാണ്. പുതിയ കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. ആ നിലയ്ക്ക് ആ ജനങ്ങളുടെ, കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും പ്രവർത്തകർക്ക് ഈ 7 ദിവസങ്ങൾക്ക് കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ BJPയുടെയും NDAയുടെയും പ്രവർത്തകർ നമ്മൾ
നിങ്ങളും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ച ആളുകളാണ്. ആ നിലയ്ക്ക് നമ്മൾക്കെല്ലാവർക്കും അഭിമാനത്തോടുകൂടി നമ്മളെല്ലാവരും കേരളത്തിലെ BJPയുടെ ഒരു ചരിത്രം നിർമ്മിക്കുന്നതിൽ പങ്കാളികളായി ചരിത്ര നിർമ്മാതാക്കളാണ് നമ്മളെന്ന് നാളെ കാലം വിധി എഴുതുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിൽ വരികയാണ്. അതുകൊണ്ട് ഈ 7 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഈ 7 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു, ഇവിടെ തടിച്ചുകൂടിയ 10,000-കണക്കിന് ആളുകൾ ഈ കോട്ടമൈതാനത്തിൽ ചരിത്രമുറങ്ങുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പല കലയുടെയും സംസ്കാരത്തിന്റെയും എല്ലാം കഥകൾ ഏറെയേറെ പറയാനുള്ള പടയോട്ടത്തെ അതിജീവിച്ച ചരിത്രമുള്ള നമ്മുടെ ഈ കോട്ടമൈതാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഈ 7 ദിവസം കൊണ്ട് നമ്മൾ ചരിത്ര നിർമ്മാതാക്കൾ എന്ന പേരിലേക്ക് ആ അവകാശം ഏറ്റുവാങ്ങാനുള്ള, ആ അവകാശത്തിന്റെ ഉടമകളായിട്ട് മാറാനുള്ള അപൂർവമായിട്ടുള്ള അവസരം നമ്മൾ ഓരോരുത്തരെയും, ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരെയും തേടി നമ്മുടെ മുമ്പിൽ വട്ടമിട്ട് പറക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളെല്ലാവരും ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കും. ഈ 7 ദിവസം, നിർണായകമായ ഈ 7 ദിവസം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും പ്രവർത്തകരെന്ന നിലയ്ക്ക് നാളെ കാലം നമ്മളെ ചരിത്ര നിർമ്മാതാക്കൾ എന്ന പേരിൽ അറിയപ്പെടും. ഇതിൽ പരം ഭാഗ്യം, ഇതിൽ പരം സന്തോഷം എന്ത് വേറെയുണ്ട്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ചരിത്ര നിർമ്മാണത്തിൽ പങ്കാളിയാകുന്ന ആ സുദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മളേവരും അതിനു വേണ്ടി പ്രവർത്തിക്കുക. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ പ്രിയങ്കരരായ സ്ഥാനാർത്ഥികൾ പാലക്കാട് ജില്ലയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. വളരെ വ്യത്യസ്തതകൾ കൊണ്ടും വൈപുല്യങ്ങൾ കൊണ്ടും പലതുകൊണ്ടും വളരെ സമഗ്രമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് ജില്ലയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ ഏകദേശം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. മലബാറിന്, അതുപോലെ തന്നെ തിരുകൊച്ചിക്കും തിരുവിതാംകൂറിനുമൊക്കെ ഏകദേശം മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പാലക്കാട്. പക്ഷേ നമുക്കറിയാം, ഈ ഐക്യ കേരളം രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ല ഏറ്റവും കൂടുതൽ അവഗണന നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ നമ്മുടെ പാലക്കാടാണ്. ഇതിന് ഉത്തരവാദികൾ ഈ കേരളം മാറി മാറി ഭരിച്ച ഇടതും വലതും മുന്നണികളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. കാലാകാലങ്ങളായി ഇടതും വലതും കേരളത്തിൽ അധികാരത്തിലിരുന്ന സമയത്ത് പാലക്കാടിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ജനപ്രതിനിധികളെ ജയിപ്പിച്ചെടുത്ത സമയത്ത് മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും സംഭാവന ചെയ്യാനുള്ള ഭാഗ്യം പോലും പാലക്കാടിനുണ്ടായിട്ട് ഇന്ന് നമ്മുടെ പാലക്കാട് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയായി മാറാൻ കാരണം രാഷ്ട്രീയ വഞ്ചന നടത്തുന്ന ഈ ഇടതും വലതും മുന്നണികളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലമ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീമാൻ കൃഷ്ണകുമാർ മലമ്പുഴ മണ്ഡലം രൂപീകൃതമായ ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മാത്രം വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ് മലമ്പുഴ മണ്ഡലം. നിരവധി മുഖ്യമന്ത്രിമാരെ ആ മണ്ഡലം സംഭാവന ചെയ്തു, മന്ത്രിമാരെ ആ മണ്ഡലം സംഭാവന ചെയ്തു. പക്ഷേ ഇന്നും പാലക്കാടിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായി പാലക്കാടിനെ മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMന്റെ പുരോഗമന വിരുദ്ധ മനോഭാവത്തിന്റെ പ്രതീകമായി ഇന്ന് നമ്മുടെ മുമ്പിൽ മലമ്പുഴ നിൽക്കുന്നു. പാലക്കാടിനും പറയാനുണ്ട്,
മന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരു നിയോജക മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട്ട് നിന്ന് ഇതിനു മുമ്പ് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, MLA-മാരായ ആളുകൾ, അവർ മന്ത്രിമാരായി മാറിയ ചരിത്രം നമ്മുടെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലുണ്ട്. അതുപോലെ തന്നെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ മന്ത്രിമാരെ സംഭാവന ചെയ്തു. പഴയ കൊല്ലങ്കോട് നെന്മാറ മണ്ഡലത്തിൽ നിന്ന് മന്ത്രിമാരെ സംഭാവന ചെയ്തു. പാലക്കാട്ടെ പല മണ്ഡലങ്ങളിൽ നിന്നും മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആലത്തൂരിൽ നിന്നും അതുപോലെ തന്നെ മണ്ണാർക്കാട്ടിൽ നിന്നുമൊക്കെ ഇതുപോലുള്ള ആളുകൾ, ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിലേക്കുള്ള ആളുകൾ, പട്ടാമ്പിയിൽ നിന്നടക്കമുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ജില്ലയായി പാലക്കാടിനെ മാറ്റിയത് ഈ ഇടത് വലത് മുന്നണികളാണ്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്, ഈ കഴിഞ്ഞ 6 വർഷം പാലക്കാട് വികസനത്തിന്റെ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2015 BJP-യുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പാലക്കാട് നഗരസഭ ഭരണത്തിൽ വന്ന സമയത്ത് പ്രിയങ്കരനായ നരേന്ദ്രമോദിയുടെ ജനക്ഷേമ പദ്ധതികളുടെ രാജാവായ നരേന്ദ്രമോദിയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ പാലക്കാട് നഗരത്തിലേക്ക് വന്നു. അത് മാത്രമല്ല, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, 3000 കോടി മുതൽ മുടക്കിൽ നമുക്ക് പാലക്കാട്ടേക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിവര സാങ്കേതിക വിജ്ഞാനത്തിന്റെ ഏറ്റവും ഉയർന്ന കേന്ദ്രമായിട്ടുള്ള IIT കേരളത്തിൽ അനുവദിച്ചത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അത് അനുവദിച്ചത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ 2014-ലെ 1ാം മോദി സർക്കാർ, ആ സർക്കാരാണ് എന്നുള്ള കാര്യം നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. ഇതുവരെ ഐക്യ കേരളത്തിലെ 65 വർഷം നേതൃത്വം നൽകിയ ഇടതും വലതും മുന്നണികൾ മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് കൂടി പാലക്കാടിന്, അതുപോലെ തന്നെ 10 വർഷം 2014 മുമ്പ് UPA സർക്കാർ, ആ UPA സർക്കാരിൽ IIT അനുവദിക്കേണ്ട ആ മന്ത്രിസഭയിൽ ആ IIT വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കൂടി കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ട് കൂടി കേരളത്തിന് IIT ലഭിച്ചില്ല. 2014 മുമ്പ് പാലക്കാട് വന്ന സമയത്ത് ആ മന്ത്രിയോട് ചോദിച്ചതാണ് മാധ്യമപ്രവർത്തകർ, പഴയ പാലക്കാട്ടെ മാധ്യമപ്രവർത്തകർ, അവർക്ക് ഓർമ്മയുണ്ടാകും, അന്നത്തെ വിവര സാങ്കേതിക വകുപ്പ് മന്ത്രി, പാലക്കാട്ടുകാരനായ കേരളത്തിൽ നിന്നുള്ള മന്ത്രി, ആ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് IIT എന്നുള്ളത് ഒരു അടഞ്ഞ അധ്യായമാണ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കോൺഗ്രസിന്റെ ഭരണം, ഇതാണ് കോൺഗ്രസിന്റെ സമീപനം. കോൺഗ്രസിന്റെ വികസനത്തിനോടുള്ള, കോൺഗ്രസിന്റെ മുന്നോട്ട് പോകുന്നതിനോടുള്ള കോൺഗ്രസിന്റെ സമീപനമാണിത്. എല്ലാം കയ്യിലുണ്ടായിട്ട് കൂടി അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം ഇവിടെ ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണവും, അതുപോലെ തന്നെ നിരവധി മുഖ്യമന്ത്രിമാർ, 1-ൽ കൂടുതൽ മുഖ്യമന്ത്രിമാർ പാലക്കാട് ജില്ലയിൽ നിന്നുണ്ടായിട്ട് പോലും കൊണ്ടുവരാത്ത വികസനം കൊണ്ടുവരാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ, കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയ സംഭാവന വളരെ വിലപ്പെട്ട സംഭാവനയാണ്. അത് മാത്രമല്ല, കേവലം IIT-യിൽ മാത്രം ഒതുങ്ങുന്നതല്ല. IIT-ക്ക് തൊട്ടപ്പുറത്ത് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി ഫുഡ് പാർക്ക് എന്ന രീതിയിൽ കഞ്ചിക്കോട്, പാലക്കാട്ടെ വ്യവസായ മേഖലയായിട്ടുള്ള മലമ്പുഴ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന കഞ്ചിക്കോട് ഫുഡ് പാർക്ക് എന്ന പേരിലുള്ള സംവിധാനം കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി കഞ്ചിക്കോട് ഫുഡ് പാർക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇത് നമുക്ക് മറക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഡിഫൻസ് പാർക്കിനുള്ള സംവിധാനം, ആ സംവിധാനം ഒരുക്കിയത് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേവലം 6 വർഷം മാത്രം പ്രായമായ നരേന്ദ്രമോദിയുടെ സർക്കാർ, 6 വർഷം മാത്രം പ്രായമായ നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ പോലും കേന്ദ്ര മന്ത്രിസഭയിലോ പാർലമെന്റിലോ ലോക്സഭയിലേക്കോ അയക്കാതിരുന്ന കേരളത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ
വികസന പദ്ധതികൾ. ആ വികസന പദ്ധതികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അതുപോലെ തന്നെ പാലക്കാട്ടെ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കേണ്ട ഒരു പാഠമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് നരേന്ദ്രമോദിയുടെ വികസനം. ഈ വികസന പാതയിലൂടെയാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി കഴിഞ്ഞ 6 വർഷമായി ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വികസനത്തിൻ്റെതായിട്ടുള്ള വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ 2014 BJP കേന്ദ്രത്തിൽ NDA അധികാരത്തിൽ വരുന്ന സമയത്ത് 5 സംസ്ഥാനങ്ങൾ മാത്രം ഭരിച്ചിരുന്ന NDA നരേന്ദ്രമോദിജി 2014 അധികാരത്തിൽ വന്ന് 2019 5 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു ഭരണ മുന്നേറ്റം ഉണ്ടാക്കുന്ന പാർട്ടിയായി, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായി ജനക്ഷേമ പദ്ധതികൾ കൊണ്ട് ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു വികസനത്തിന്റെ പുത്തൻ മാതൃക സൃഷ്ടിക്കുന്ന, ഒരു പുതിയ പ്രവണത സൃഷ്ടിക്കുന്ന, ഒരു പുതിയ വികസന സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ച ഒരു സർക്കാരായി നരേന്ദ്രമോദിയുടെ സർക്കാർ മാറി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ പല കാലങ്ങളായി, പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ CPM-ന്റെയൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കോട്ടകളെന്ന് സ്വയം പ്രഖ്യാപിച്ച് അവരോധിച്ച് നിന്നിരുന്ന പല സ്ഥലങ്ങളും പല കോട്ടകളും നരേന്ദ്രമോദിയുടെ ആകാശത്തിന്റെ പ്രയാണത്തിൽ തകർന്ന് തരിപ്പണമായ ചരിത്രം നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വികസനത്തിന്റെ രാജാവാണ്, വികസനത്തിന്റെ ചക്രവർത്തിയാണ് നരേന്ദ്രമോദിജി എന്ന് നമുക്ക് ഈ 6 വർഷം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം. നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെയല്ല ലോകത്തിന്റെ പ്രിയങ്കരനായ നേതാവ്, ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊറോണ മഹാമാരിയിൽ ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവതാരമെടുത്ത അവതാര പുരുഷൻ, രാജാക്കന്മാരിൽ രാജാക്കന്മാർ, ചക്രവർത്തിമാരിൽ ചക്രവർത്തി, പ്രിയങ്കരനായ ലോക നേതാവായിട്ടുള്ള ചക്രവർത്തിമാരിൽ ചക്രവർത്തിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി നമ്മുടെ ഈ കോട്ട മൈതാനത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്വാഗതം, സുസ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. മോദിജിക്ക് സ്വാഗതം, 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 സ്വാഗതം, സുസ്വാഗതം. മോദിജിക്ക് സ്വാഗതം. പാലക്കാടിൻ സ്വാഗതം, പാലക്കാടിൻ സ്വാഗതം. സ്വാഗതം, സുസ്വാഗതം. മോദിജിക്ക് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. മോദിജിക്ക് സ്വാഗതം. ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. സ്വാഗതം, സുസ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. മോദിജിക്ക് സ്വാഗതം. जय जय भारत माता, जय जय भारत माता. स्वागतम, सुस्वागतम. मोदी जी के स्वागतम, लोक नेताविന് स्वागतम.
വ്യോഗ നേതാവിന് സ്വാഗതം, വിശ്വ നേതാവിന് സ്വാഗതം, സ്വാഗതം സ്വാഗതം, സ്വാഗതം സുസ്വാഗതം, മോദിജിക്ക് സ്വാഗതം. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, जय जय बीजेपी, जय जय भारत माता, जय जय मोदी जी, स्वागतम सुस्वागतम, स्वागतम सुस्वागतम. സ്വാഗതം സുസ്വാഗതം. ലോകാരാധ്യനായ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വേദിയിലെത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പാലക്കാടിന്റെ ആദരവ് പ്രകടിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് അദ്ദേഹത്തെ ക്ഷാളനയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലോക പ്രശസ്തനായ മെട്രോമാൻ നമ്മുടെ പാലക്കാടിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ഇ ശ്രീധരൻ അവർകൾ നരേന്ദ്രമോദിജിക്ക് ആദരവ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിജിക്ക് നമ്മുടെ പാലക്കാടിന്റെ ഉപഹാരമായി നൽകുന്നത്, ഇവിടെ ഈ വേദിയിൽ നമ്മുടെ ഉപഹാരമായി നൽകുന്നത് പാലക്കാടുള്ളവർക്കറിയാം, നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ കൽപ്പാത്തി തേരിന്റെ മാതൃകയാണ്. കൽപ്പാത്തി തേരിന്റെ മാതൃക കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പേരിൽ കാശിയുടെ നായകനായി നരേന്ദ്രമോദിജി കൽപ്പാത്തി ഉൾപ്പെടുന്ന പാലക്കാട് എത്തുമ്പോൾ എങ്ങനെയാണോ കാശി നരേന്ദ്രമോദിജിയോടുകൂടി ഇഴുകിച്ചേർന്നത്, അതേപോലെ കൽപ്പാത്തി ഉൾപ്പെടുന്ന പാലക്കാട് നരേന്ദ്രമോദിജിക്കും ഈ ശ്രീധരജിക്കും ഒപ്പം ഇനിയുള്ള നാളുകളിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഈ പ്രതീകം സൂചിപ്പിക്കുന്നു. അടുത്തതായി ഈ സമ്മേളന വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്യുന്നു ലോക പ്രശസ്തനായ മെട്രോമാൻ നമ്മുടെ പാലക്കാടിന്റെ സ്ഥാനാർത്ഥി. എങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ ദേവലോകത്തിൽ നിന്ന് ഭഗീരഥൻ ഗംഗയെ നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, അതുപോലെ ഭഗീരഥ പ്രവർത്തനത്തിലൂടെ അസാധ്യമായതിനെ മുഴുവൻ സാധ്യമാക്കിയ ശ്രീ ശ്രീധരൻജി നമ്മളെ അഭിസംബോധന ചെയ്യുന്നു. ആദ്യമായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സഹസ്ര ആധാർക്കുടെ പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഞാൻ സ്വാഗതം പറയുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പാലക്കാട്ടിൽ നിന്നും പരിസരത്തുമുള്ള NDA സ്ഥാനാർത്ഥികളെ സഹായിക്കാനും പ്രോത്സാഹിക്കാനും വേണ്ടി വന്നിരിക്കുന്നതിൽ ഞാൻ നന്ദി പ്രകടിപ്പിച്ചുകൊള്ളുന്നു. Sir, it is more than 65 years since Aikya Kerala was formed. For the last 65 years,
the left and the right governments were ruling Kerala. What developments, what progress has been achieved for Kerala can be easily seen. As far as Palghat is concerned, the only progress we see is the IIT and the sub-projects taken under Ahmed's scheme. Therefore, immediately I was nominated as the representative, as a candidate to represent Palakkad constituency. What I did was to prepare a master plan for development of Palghat. Exactly the practice and the vision that you have shown to us. The salient features of this master plan are drinking water supplied 24 hours a day, enough water for our agriculture, a very efficient solid state management scheme for the city. I also have a vision to have a green cover for this area because it's the hottest part of Kerala by planting 25 lakh trees in the next 5 years. We have also taken up a number of development schemes in this area. Sir, your visit has been an inspiration to us, and a guidance from you will be very helpful to us. നിങ്ങളുടെ എല്ലാം അഭിലാഷങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വയ്ക്കുന്നതാണ്. എനിക്ക് നല്ല തീർച്ചയുണ്ട് അദ്ദേഹം നമ്മളുടെ ആശകളും ആഗ്രഹങ്ങളും നിവർത്തിത്തരും. Sir, I promise you, with the NDA, we'll come to power and we will change the face of Kerala under your leadership and the guidance. ഇത്രയും പറഞ്ഞ് ഞാൻ നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി ശ്രീധരൻ സാർ. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്തത് നമ്മളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശ്വ നേതാവായിട്ടുള്ള ലോകാരാധ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആദരണീയ ശ്രീ നരേന്ദ്രമോദിജിയെ ഈ സമ്മേളനം അഭിസംബോധന ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നരേന്ദ്രമോദിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവർകളെയും ക്ഷണിക്കുന്നു. भारत माता की, भारत माता की. Sisters and brothers of Kerala, I am delighted to be in Palakkad and address my first rally in the state from here. The people of Palakkad have had a close bond with our party. Today, I have come among you to seek your blessings for the BJP in the upcoming state elections. I have come to you with a vision that is refreshingly different from the current situation in Kerala. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കേറെ സന്തോഷമുണ്ട്. ഈ പാലക്കാട് ഈ സംസ്ഥാനത്തെ ആദ്യത്തെ റാലി ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്യാനായിട്ട്. പാലക്കാട് ജനങ്ങൾക്ക്
ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഏറെ അടുപ്പമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഞാനിന്ന് കേരളത്തിൻ്റെ നിലവിലുള്ള സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സങ്കല്പം, ഒരാശയം, ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. Friends, over the last few years, the politics of Kerala is seeing a major shift. This shift is being driven by the aspiration of the youth, especially the first-time voter in the state. The first-time voter of Kerala is disappointed with LDF and UDF. For many years, the worst-kept secret of Kerala politics was the friendly agreement of UDF and LDF. Now, the first time voter of Kerala is asking, what is this match fixing? 5 years, one loots, 5 years, the other loots. People are seeing how UDF and LDF misled people. In West Bengal, Congress and left are one. Congress and left were partners in UPA 1 in Delhi. The left continue to give issue-based support to UPA 2, but here in Kerala, during the election, they put allegations, and after coming to power, they never act on it. Their behind the scene games are now exposed. About UDF and LDF, the youth of Kerala is saying different name, working same, but have their marked areas for making money. UDF has not even spared the rays of the sun. About LDF, it can be said, Judas betrayed Lord Christ for a few pieces of silver. LDF has betrayed Kerala for a few pieces of gold. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയം വലിയൊരു മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം ഈ കേരളത്തിലെ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ, യുവാക്കളുടെ അഭിലാഷങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർ, അവർ നിരാശരാണ്. ഈ UDFിൻ്റെയും LDFിൻ്റെയും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിലെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് LDFും UDFും തമ്മിലുള്ള സൗഹൃദം. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ഈ കേരളത്തിലെ ചെറുപ്പക്കാർ ചോദിക്കുകയാണ്, ഈ ഒത്തുകളി എന്താണ് ഇതിന് അടിസ്ഥാനം? 5 വർഷം ഒരു കൂട്ടർ കൊള്ളയടിക്കുന്നു, അടുത്ത 5 വർഷം വേറൊരു കൂട്ടർ കൊള്ളയടിക്കുന്നു. എങ്ങനെ LDFും UDFും ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒറ്റക്കെട്ടാണ്. UPA 1ാം സർക്കാരിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഘടകകക്ഷികളായിരുന്നു.
രണ്ടാം UPA-യിൽ കോൺഗ്രസ് സർക്കാരിന് ഇടതുപക്ഷം പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകി. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ആരോപണങ്ങളിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ അണിയറക്കു പിറകിൽ നടക്കുന്ന ഈ നാടകങ്ങൾ ഇപ്പോ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ യുവാക്കൾ UDF-നെയും LDF-നെ കുറിച്ച് പറയുന്നത് ഒരേ പേരുകൾ, വ്യത്യസ്ത പേരുകൾ, ഒരേ തരത്തിലുള്ള പ്രവൃത്തികൾ. അവർക്ക് രണ്ടു കൂട്ടർക്കും പണമുണ്ടാക്കാനുള്ള അവരുടേതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. UDF-കാർ സൂര്യന്റെ രശ്മികളെ പോലും വെറുതെ വിട്ടില്ല, അതുപോലും പണമുണ്ടാക്കാൻ വഴിയാക്കി. ഇടതുപക്ഷക്കാരെ കുറിച്ച് പറയുമ്പോ ബൈബിളിനെ കുറിച്ചുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. യൂദാസ് ഏതാനും വെള്ളിക്കാശിന് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത സംഭവം. കേരളത്തെ ഏതാനും സ്വർണ്ണ നാണയങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വർണ്ണക്കട്ടികൾക്ക് വേണ്ടിയിട്ട് LDF-കാർ ഒറ്റുകൊടുത്തു. ഇതാണ് ഇവർ രണ്ടുപേരുടെയും സ്ഥിതി. Friends, the politics of our nation has been affected by 5 diseases. They are corruption, casteism, communalism, cronyism, and when I say cronyism, which includes nepotism and dynasty politics. And fifth, criminalization. And the root cause of this disease is the super disease of vote bank politics. UDF and LDF are masters at such vote bank politics. The young and first-time voter of Kerala is seeing how both alliances are bowing to regressive elements of society. It is clear the UDF and LDF have two aims: further vote bank politics, fill pockets. This comfortable agreement is all set to be rejected. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ രംഗം 5 ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. 1 അഴിമതി, 2 ജാതീയത, 3 വർഗീയത, 4 സ്വജനപക്ഷപാതം. ഞാൻ സ്വജനപക്ഷപാതം എന്ന് പറയുമ്പോൾ അതിൽ കുടുംബാധിപത്യം ഉൾപ്പെടെയുള്ള സ്വജനപക്ഷപാതം. 5 ക്രിമിനൽ വൽക്കരണം. ഈ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, അതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. UDF-ഉം LDF-ഉം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ രാജാക്കന്മാരാണ്, മുടിചൂട മന്നന്മാരായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഈ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകൾ, അവര് എങ്ങനെ ഈ 2 മുന്നണികളും പിന്തിരിപ്പൻ ശക്തികൾക്ക് കീഴടങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും, LDF-നും UDF-നും 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, ഫലപ്രദമാക്കുക. 2, സ്വന്തം കീശ വീർപ്പിക്കുക. ഈ ഒരു പരസ്പര ധാരണ, ഈ ഒത്തുകളി, ഇത് തള്ളിക്കളയേണ്ട സമയം, ആ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. Friends, the BJP's vision for Kerala is forward-looking and aspirational. That is why the youth of the state
the professional communities across the state are openly supporting BJP. Across India too, this trend is being seen. People from all walks of life are able to connect with the BJP's vision for India's growth. Take the example of your candidate, Metro Man Sridharanji. Everyone wants well-educated people to enter politics. But thanks to Metro Man Sridharanji, I am seeing something for the first time. A man who achieved so much in life, a man who has done excellent work to make India modern and improve connectivity, a man who is admired by all sections of society. He is a proud son of Kerala. He had devoted himself for Kerala's progress. If he wanted only power, he could have got it even 20 years ago. Yet, as a true son of Kerala, he thought beyond power. He knew he would be attacked, but he stayed firm on his commitment to Kerala. He is an inspiration for all, especially for professionals. I want to tell the people of Kerala, in BJP, you have a party that ensures growth based on Sabka Saath, Sabka Vikas, Sabka Vishwas. In BJP, you have a party whose focus is to improve your ease of living. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി വിഭാവനം ചെയ്യുന്നത് പുരോഗമനപരമായിട്ടുള്ള കേരളത്തിലെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരാശയമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെടുന്ന പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആകർഷകരാകുന്നത്. ഇന്ത്യ മുഴുവനും ഇതേ ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ പ്രൊഫഷണലുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ പരസ്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പങ്കുവെച്ചുകൊണ്ട് ഒരുമിച്ച് വരികയാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സാധാരണ എല്ലാവരും പറയാറുണ്ട്, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. പക്ഷേ മെട്രോമാൻ ശ്രീധരൻ, അദ്ദേഹത്തിന്റെ ഈ മത്സരിക്കാനുള്ള തീരുമാനം, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള തീരുമാനം ആദ്യമായിട്ട് ഈ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന്റെ സൂചനകൾ നൽകുകയാണ്. ജീവിതത്തിൽ എല്ലാം നേടിയ ഒരു മനുഷ്യൻ, ഇന്ത്യയെ ആധുനികവൽക്കരിക്കുന്നതിൽ, ഇന്ത്യയുടെ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ അത്യുത്കൃഷ്ടമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള വ്യക്തി, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അവരെല്ലാവരും ആദരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം കേരളത്തിന് അഭിമാനിയായിട്ടുള്ള മകനാണ്. അദ്ദേഹത്തിന് അധികാരമാണ് വേണ്ടിയിരുന്നതെങ്കിൽ 20 വർഷങ്ങൾക്ക് മുൻപേ അത് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം
യഥാർത്ഥത്തിലുള്ള കേരളത്തിന്റെ യഥാർത്ഥ പുത്രൻ എന്നുള്ള നിലയിൽ അധികാരത്തിനപ്പുറത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. ഈ തീരുമാനമെടുത്തപ്പോ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് അക്രമങ്ങൾ ഉണ്ടാകും, അദ്ദേഹത്തെ വിവിധ തരത്തിൽ അവഹേളിക്കാനുള്ള ശ്രമമുണ്ടാകും. പക്ഷേ അദ്ദേഹം കേരളത്തിനോടുള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധതയിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉത്സാഹവും ആവേശവും നൽകുന്ന വ്യക്തിത്വമാണ്, പ്രത്യേകിച്ച് പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾക്ക്. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതാ ഭാരതീയ ജനതാ പാർട്ടി, ഈ പാർട്ടി വികസനത്തിന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ്. എല്ലാവരോടും ഒപ്പം, എല്ലാവർക്കും വികസനം, എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള വികസനം. ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ലക്ഷ്യം നമ്മുടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ കൂടുതൽ സുഖകരമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. Friends, the high number of roadblocks by UDF and LDF has made the speed of development slower. That is why the time has come for fast development in Kerala, which BJP promises. By fast, what I mean is F for fisheries and fertilizers, A for agriculture and Ayurveda, S for skill development and social justice, T for tourism and technology. Friends, one of the earliest decisions of our government after re-election in 2019 was to create a separate ministry for fisheries. The aim was to ensure holistic development of the fisheries sector. The hard-working fishermen of India have had enough of words and assurance. They want concrete action that improves their lives. Our government has improved the sector by integrating it with latest technology and more credit avenues. Fishermen have access to Kisan credit cards. The government is working on upgrading boats and harbor facilities. We will also address your problems relating to the fertilizer sector. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ വികസനത്തിന്റെ പാതയിൽ, ആ പാതയിൽ വേഗതയാർന്ന വികസനത്തിന്റെ പാതയിൽ, ആ പാതയിൽ ഇടതുപക്ഷവും UDFും നിരവധി തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ വികസനം വേഗതയിലാക്കാൻ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞത് വേഗതയാർന്ന വികസനം, ഫാസ്റ്റ് ഡെവലപ്മെന്റ്, FAST, ഫാസ്റ്റ് എന്നാണ് വാക്ക്. ഫാസ്റ്റിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു. ഫാസ്റ്റിലെ ആദ്യത്തെ അക്ഷരം F എന്ന് പറഞ്ഞാൽ ഫിഷറീസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, മത്സ്യബന്ധന മേഖലയും രാസവള മേഖലയും. ഫാസ്റ്റിലെ രണ്ടാമത്തെ അക്ഷരം A എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് ആയുർവേദ, കാർഷിക മേഖലയും ആയുർവേദവും. ഫാസ്റ്റിലെ മൂന്നാമത്തെ അക്ഷരം S എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, നൈപുണ്യ വികസനവും സാമൂഹ്യ നീതിയും. ഫാസ്റ്റിലെ അവസാനത്തെ അക്ഷരം T എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടൂറിസവും ടെക്നോളജിയും വിനോദസഞ്ചാര മേഖലയും സാങ്കേതിക വിദ്യയും. അതായത്
മത്സ്യബന്ധന മേഖലയും രാസവളങ്ങളും കാർഷിക മേഖലയും ആയുർവേദവും നൈപുണ്യ വികസനവും സാമൂഹ്യനീതിയും വിനോദസഞ്ചാര മേഖലയും സാങ്കേതിക വിദ്യയും. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം. അതാണ് വികസനത്തിന്റെ അടിസ്ഥാനം. സുഹൃത്തുക്കളെ, ഈ കേന്ദ്രത്തിൽ NDA സർക്കാർ 2019 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ്, പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. ഈ മത്സ്യബന്ധന മേഖലയുടെ സമഗ്രമായിട്ടുള്ള വികസനം, ആ സമഗ്രമായിട്ടുള്ള വികസനമായിരുന്നു ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ കഠിനാധ്വാനികളായിട്ടുള്ള മത്സ്യബന്ധന മേഖലയിലെ പ്രവർത്തകർ, അവർക്ക് പലതവണ പലതരത്തിലുള്ള ഉറപ്പുകൾ, വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യം നടപടികളാണ്. നമ്മുടെ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ സാങ്കേതിക വിദ്യയെ, അതോടൊപ്പം വായ്പാ സൗകര്യങ്ങളെ, അത് രണ്ടും ഈ മേഖലയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിലെ വായ്പാ സൗകര്യം, ആ വായ്പാ സൗകര്യത്തിന് കൃഷിക്കാർക്ക് അർഹതയുണ്ട് എന്ന് സർക്കാർ തീരുമാനിച്ചു. നമ്മുടെ തുറമുഖങ്ങളും അതുപോലെ മത്സ്യബന്ധന യാനങ്ങളും അതിലൊക്കെയുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാസവള മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതോടൊപ്പം നടക്കുകയാണ്. Friends, agriculture is dominant in Palakkad. The fruits and vegetables produced here are widely known. Our government is undertaking many steps for the growth of agriculture and the welfare of farmers. For many years, governments promised MSP hike, but it was our government that had the honor of raising the MSP for farmers. Over 11 crore farmers have got monetary support thanks to PM Kisan Samman scheme. Value addition is key to agricultural growth. That is why we are devoting immense importance of the food processing sector. The government's Kisan Rail initiative has gone a long way in ensuring agriculture produce from one state can reach another. Building on these efforts, we want to serve our farmers even more. We want to make Ayurveda a global force, offering a unique way of healing and wellness. സുഹൃത്തുക്കളെ, പാലക്കാട് കർഷകരുടെ നാടാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്തെ പഴങ്ങളും പച്ചക്കറികളും അതിൻ്റെ പെരുമ നാടെമ്പാടുമുണ്ട്. കേന്ദ്ര സർക്കാർ ഈ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതോടൊപ്പം കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിരവധി നടപടികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈക്കൊണ്ടിട്ടുള്ളത്. പല സർക്കാരുകളും കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉറപ്പുകൾ പലതവണ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാരാണ് ആ താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള നടപടിയെടുക്കാനുള്ള അതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. 11 കോടി കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധിയിൽ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. കാർഷിക മേഖലയുടെ വളർച്ചയുടെ അടിസ്ഥാനം കാർഷിക മേഖലയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതിന്റെ മൂല്യവർദ്ധനവിലൂടെയാണ്. അതുകൊണ്ടാണ് ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കിസാൻ റെയിൽ, ആ കിസാൻ റെയിൽ
ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പുവരുത്താൻ, കൂടുതൽ പ്രയോജനം ഉറപ്പുവരുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വരും ദിവസങ്ങളിൽ സർക്കാർ നടത്താൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ആയുർവേദത്തിന്റെ മേഖലയിൽ ആയുർവേദത്തെ ഒരു ആഗോള ശക്തിയാക്കിയിട്ട് മാറ്റാൻ അതിനു വേണ്ടിയിട്ട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിലൂടെ നമ്മുടെ ഭാരതത്തിന്റെ അനന്യമായിട്ടുള്ള ചികിത്സാരീതി, ആ ചികിത്സാരീതി ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പരിശ്രമമാണ് സർക്കാർ നടത്താൻ ആഗ്രഹിക്കുന്നത്. Friends, Kerala is blessed with many talented youngsters. Our government's skill development efforts are aimed at furthering youth empowerment. After the NDA took office at the center, more IITs have been built. More ITIs also have been built. The education sector has improved overall. Now, the NDA government is working towards ensuring medical and technical education is available in the local language as well. The NDA will keep working to further social justice, be it a commission for OBCs, extending SC/ST reservation and a new quota for the poor under general category. Our aim remains inclusive growth. സുഹൃത്തുക്കളെ, കേരളം കഴിവുള്ള ധാരാളം ചെറുപ്പക്കാരാൽ അനുഗ്രഹീതമായിട്ടുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ആ യുവാക്കളുടെ ശാക്തീകരണത്തിന് ഈ നൈപുണ്യ വികസനം വഴിതെളിയിക്കും. അതുകൊണ്ട് കേന്ദ്രത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ ഭരണമേറ്റെടുത്തതിന് ശേഷം കൂടുതൽ IITകൾ ഉണ്ടായി. മാത്രമല്ല, കൂടുതൽ ITIകളും കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിവർത്തനം, വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസവും മെഡിക്കൽ വിദ്യാഭ്യാസവും ഇത് രണ്ടും നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ, ആ ഭാഷകളിൽ ഈ വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യങ്ങൾ അതിനുവേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് സർക്കാരിന്റെ നയം. അത് പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയതാണെങ്കിലും, പട്ടികജാതി പട്ടികവർഗ സംവരണം, ആ സംവരണം കൂടുതൽ വ്യാപിപ്പിച്ചതാണെങ്കിലും, സാമൂഹ്യമായിട്ട് മുന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് അവർക്ക് സംവരണം നൽകാനുള്ള നടപടികൾ എടുത്തതാണെങ്കിലും, ഇതെല്ലാം തന്നെ ഈ നാട്ടിൽ എല്ലാവരുടെയും വികസനം, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനം, ആ വികസനം എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് പ്രഖ്യാപിക്കുന്നു. Friends, Kerala and tourism have a close link. Sadly, UDF and LDF have not done much to improve tourism infrastructure here. When we work towards improving connectivity and building road infrastructure, it will naturally boost tourism. In the last 7 years, India has improved its position in the travel and tourism competitiveness ranking.
in places like Palakkad, there are many opportunities for innovative tourism packages in areas like agriculture tourism. Similarly, we want technology to serve as the basis for growth. We are using technology to improve transparency and convenience. സുഹൃത്തുക്കളെ, കേരളവും വിനോദസഞ്ചാരവും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പദങ്ങളാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, UDFും LDFും കേരളത്തിന്റെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ആ വികസനം ഉറപ്പുവരുത്തുന്നതിൽ ഒന്നും ചെയ്തില്ല എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് റോഡുകളുടെ മേഖലയിൽ, ആ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടത്തുമ്പോൾ, അതോടൊപ്പം അതിന്റെ ഭാഗമായിട്ട് വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അത് തീർച്ചയായിട്ടും നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും, അത് പ്രോത്സാഹനം നൽകും. കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യം വിനോദസഞ്ചാര മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ നമ്മുടെ സ്ഥാനം വളരെയേറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിൽ നൂതനമായിട്ടുള്ള വിനോദസഞ്ചാര അവസരങ്ങൾ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിനോദസഞ്ചാര മേഖല, ആ മേഖല വികസിപ്പിക്കുന്നതിന് ഏറെ സാധ്യതകളുള്ള പ്രദേശമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കേണ്ടതുണ്ട്. സുതാര്യത ഉറപ്പുവരുത്താൻ, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. Sisters and brothers of Kerala, there is one important topic on which I want to speak on from this land of Palakkad. It is about the LDF and UDF's direct attack on Kerala's culture. These parties are ashamed of the culture of our land. Their leaders abuse our tradition and ethos. LDF government should be ashamed of showering lathis on innocent devotees. UDF should be ashamed of remaining silent when this was happening. I am proud to belong to a party that has and is and will always defend the culture of our land. I want to tell the LDF and UDF, your lathis will not scare us. If you abuse our culture, we will not be silent spectators. Our state unit president, Surendranji, was arrested and ill-treated by the Kerala government. What was his crime? That he spoke for Kerala's traditions. Our party manifesto has spoken about the issue in detail. I would urge you all to read it. കേരളത്തിലെ സഹോദരീ സഹോദരന്മാരെ, പാലക്കാടിന്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് എനിക്ക് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അത് കേരളത്തിന്റെ സംസ്കാരത്തിനെതിരായിട്ട് LDFും UDFും നടത്തുന്ന നേരിട്ടുള്ള ആക്രമണത്തെക്കുറിച്ചാണ്. അവര്
ഈ നാടിന്റെ സംസ്കാരത്തിൽ ഈ സംസ്കാരം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനിക്കാത്തവരായിട്ട് ഈ നാടിന്റെ സംസ്കാരത്തെ അവഹേളിക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നു. അവരുടെ നേതാക്കന്മാർ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാരമ്പര്യത്തെയും അവഹേളിക്കുന്നു. ഇടതുപക്ഷ ഗവൺമെന്റിന് നാണമുണ്ടാകണം. ഈ നാട്ടിലെ വിശ്വാസികൾ ആ വിശ്വാസികളെ അവർക്കെതിരായിട്ട് നടത്തിയ അതിക്രമങ്ങളിൽ അവർക്കെതിരായിട്ട് നടത്തിയ ലാത്തി ചാർജിൽ UDF-ന് അവർ സ്വയം അവർക്ക് നാണക്കേടുണ്ടാകേണ്ടതായിരുന്നു. ആ ലാത്തി ചാർജിന് ഈ നാട്ടിലെ വിശ്വാസികളെ വിധേയരാക്കിയപ്പോൾ കൈയും കെട്ടി വായും പൂട്ടി മിണ്ടാതിരുന്നതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ നാടിന്റെ ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ഇടതുപക്ഷക്കാരോടും UDF-കാരോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ലാത്തികൾക്ക് ഞങ്ങളെ പേടിപ്പിക്കാനാവില്ല, പിന്തിരിപ്പിക്കാനാവില്ല. നിങ്ങൾ ഞങ്ങളെ അവഹേളിച്ചാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കും, വെറുതെ നോക്കി നിൽക്കും എന്ന് വിചാരിക്കരുത്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തു. സുരേന്ദ്രനോട് വളരെ മോശമായിട്ട് പെരുമാറി. എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം ഈ നാടിന്റെ ആചാരങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രിക ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് അത് വിശദമായിട്ട് വായിക്കണം, മനസ്സിലാക്കണം എന്നാണ്. Friends, there is another subject I want to touch upon. I want to talk about the issue of political killings across Kerala. Left parties have been in power many times here, but their leaders still behave like junior level goons. Under their eyes and with their blessings, political rivals are killed, hacked, beaten. This is not good in democracy. And a democracy, we can have political differences, but violence is not acceptable. So many of our young BJP Karyakartas have lost their lives. A BJP government in Kerala will stop this culture of violence. സുഹൃത്തുക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ പലതവണ ഭരണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ നേതാക്കന്മാർ ഇപ്പോഴും വെറും മാടമ്പികളായിട്ടാണ് അവർ പെരുമാറുന്നത്. അവരുടെ കൺമുന്നിൽ അവരുടെ അനുഗ്രഹങ്ങളോടുകൂടിയിട്ട് രാഷ്ട്രീയ എതിരാളികൾ ആക്രമിക്കപ്പെടുന്നു, അവർ കൊല ചെയ്യപ്പെടുന്നു, അവർ അവഹേളിക്കപ്പെടുന്നു. ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭൂഷണമല്ല. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതാവാം, പക്ഷേ അക്രമം ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരവധി ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, ആ സർക്കാരിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്, ഈ കൊലപാതകത്തിന്റെ അക്രമത്തിന്റെ ഈ രീതികൾ ഇത് അവസാനിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനെ സാധിക്കുള്ളൂ. Friends, as I have said earlier, the youth of Kerala want change. BJP assured that change. Thus, when you vote on the 6th, vote for good governance and development. Vote for government
that guarantees peace and prosperity. Vote for BJP. Thank you for joining this rally in large numbers. Bharat Mata ki! Bharat Mata ki! സുഹൃത്തുക്കളെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം, ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്നവരാണ്. ഭാരതീയ ജനതാ പാർട്ടി ആ പരിവർത്തനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് 6-ാം തീയതി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സദ്ഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യൂ, പുരോഗതിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ. ഈ നമ്മുടെ നാട്ടിൽ സമാധാനവും സമൃദ്ധിയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യൂ. അതിനു വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ. ഈ വിശാലമായിട്ടുള്ള സമ്മേളനത്തിൽ വലിയ സംഖ്യയിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് മാതാ കി ജയ്. നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാന്യനായ ഭാരത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ വിശിഷ്ട വ്യക്തികൾക്കും നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും इसका अमल हो सके और ग्रामीण क्षेत्र में हर कोई लोगों के घर पे परिवार में पानी मिल सके. ഈ വലിയ സംഖ്യയിൽ ഈ കോട്ട മൈതാനത്ത് ഈ മഹാറാലിയിൽ പങ്കെടുത്ത മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും അഭ്യുദയാകാംക്ഷികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഏപ്രിൽ 6-ാം തീയതി നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിൽ ഈ ചരിത്രമാറ്റത്തിന്റെ തുടക്കം കുറിക്കുന്നതിനായി വോട്ടുകൾ നമ്മുടെ NDA സ്ഥാനാർത്ഥികൾക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് അവസാനമായി അഭ്യർത്ഥിക്കുന്നു. ഈ മഹാസമ്മേളനം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.